നമസ്തേ. വർണ്ണവൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ രത്നലോകത്തേക്ക് രത്നങ്ങളുടെ വിശേഷങ്ങളുമായി രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായം. ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. നമ്മൾ രത്നശാസ്ത്രയിൽ വർണ്ണവൈവിധ്യങ്ങൾ കൊണ്ട് മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തുന്ന രത്നങ്ങൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഒരു അലക്സാൻഡ്രൈറ്റ് വളരെ റയറായിട്ട് 2 കളറിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു രത്നത്തെ ഒരേ രത്നത്തിൽ 2 കളർ ചേഞ്ചസ് വരുന്നത്, അതിനെക്കുറിച്ച് സാറ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു റെഡ് കോറൽസിൻ്റെ ഒരു കാര്യം. നല്ല കോറൽസിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഒരു തേയ്മാനത്തെക്കുറിച്ച്, അതിൻ്റെ ആ ഒരു ക്യാരറ്റേജ് കുറഞ്ഞു വരുന്നത് എങ്ങനെ, എപ്പോൾ, ആർക്കൊക്കെ എങ്ങനെയാണത് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നത്. അത് ഓരോ വ്യക്തികളെയും അനുസരിച്ചിരിക്കും, ആശ്രയിച്ചിരിക്കും, അവരുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ കാറ്റഗറി ആയിട്ട് നമുക്കതിനെ നോക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ഉപയോഗത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ വരുന്ന രത്നങ്ങൾ ധാരാളം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ മൈൻ ചെയ്ത് ഖനനം ചെയ്ത് ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്യുന്ന രത്നങ്ങൾക്ക് കുറച്ച് ഹാർഡ്നെസ് ഉണ്ട്. എന്നാലും അതിൽ തന്നെ ചില രത്നങ്ങൾ ഒരു സോഫ്റ്റ് സ്റ്റോൺ കാറ്റഗറിയിലേക്ക് പോകുന്നു. ടർക്കോയിസ് പോലത്തെ രത്നങ്ങൾ. പിന്നെ ആംബർ എന്ന് പറയുന്ന രത്നമുണ്ട്. ആംബർ വരുന്നത് മരത്തിൻ്റെ കറയത്. ഈ പൈൻ മരങ്ങളെ ദേവദാരു എന്നൊക്കെ പറയുന്ന ഈ കോണിഫറസ് ട്രീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ആണ് ഈ അതിൻ്റെ മരത്തിൻ്റെ തോലിനിടയിലുണ്ടാകുന്ന വിടവ് നികത്തക്ക രീതിയിൽ അതിനെന്തോ ഒരു അത് എന്താണ് കറ പോലൊരു സംഭവം പ്രൊഡ്യൂസ് ചെയ്ത് വരിക. അതിരുന്ന് ഉറഞ്ഞ് കട്ടിയായിട്ട് ആംബർ എന്ന് പറയുന്ന ഒരു രത്നമായിട്ട് മാറും. വളരെ സോഫ്റ്റ് സ്റ്റോൺ അത്. അപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ അത് ഫോർമേഷൻ ടൈമിൽ എന്തൊക്കെ ഈ മരമാകുമ്പോഴത്തേക്ക് അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ പ്രാണികളും ഈച്ചകളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതൊക്കെ അതിനെ കല്ലിനകത്ത് ഉണ്ടാവും. അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ ഇൻക്ലൂഷൻസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ രത്നത്തെ കൂടുതൽ ചിലപ്പം അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കും. അതായത് ആ കാഴ്ചയിലുള്ള ഒരു ഭംഗി തന്നെയായിരിക്കും അല്ലേ, അതിന്റെ ഉള്ളിലുള്ള ഒരു ഭംഗിയായിരിക്കും. നാച്ചുറൽ ആണല്ലോ. ഇപ്പം ആൾക്കാർ പണ്ടത്തെ പോലെ അല്ലേ, ഇപ്പോൾ എന്ത് നാച്ചുറലായിട്ട് എന്ത് കിട്ടും, എങ്ങനെ അതിലേക്കൊക്കെ മാറുന്ന ഒരു നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ടല്ലോ. ചെറിയ ചെറിയ നാടൻ ഹോട്ടലുകളിലേക്ക് ഡിമാൻഡ്സ് കൂടി. ഫാസ്റ്റ് ഫുഡ് യുഗം എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ എല്ലാം നമ്മൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്താലും ഫാസ്റ്റ് ഫുഡായിരുന്നു പണ്ട്. ഇപ്പോൾ അത് മാറിയിട്ട് വീട്ടിലൂണ്, ഇലയിലൂണ്, പച്ചക്കറി, കാന്താരി എന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലിന് പേരിൽ തന്നെ വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ എപ്പോഴും പ്രകൃതിയുടെ അത് നാച്ചുറലായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് മടങ്ങിപ്പോയേ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഈ ആംബർ സ്റ്റോൺസിനൊക്കെ പൊതുവേ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോണാണ്. അത് കയ്യിൽ ഉരച്ച് നോക്കിയാൽ നല്ല അമ്പറുകളൊക്കെ ഇങ്ങനെ ഉരച്ചാൽ ചെറിയൊരു നല്ല സ്മെല്ല്, നല്ലൊരു സുഗന്ധം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലൊക്കെ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊന്നുമല്ല, ആംബർ മിഡിൽ ഈസ്റ്റിൽ ധാരാളമായിട്ട് ആംബർ പെർഫ്യൂംസ് തന്നെ ഉണ്ട്. ആംബർ പെർഫ്യൂംസ് അതൊക്കെ ഈ ഒരു രത്നത്തിന്റെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ അതിൻ്റെ എക്സ്ട്രാക്റ്റ് ആണത്. അതിൻ്റെ ഇതെടുത്ത് ചെയ്യുന്നത്. പണ്ട് കാലത്ത് റോമാക്കാരൊക്കെ പണ്ട് പുരാതന കാലത്ത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അത് അവരുടെ ഈ വേണ്ടപ്പെട്ടവർ ശവസംസ്കാര ചടങ്ങുകളിൽ ഈ ആംബർ ഈ ബോഡിയോടൊപ്പം വെക്കുമായിരുന്നു. അതെനിക്ക് തോന്നി നമ്മൾ പെർഫ്യൂംസൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു സംഭവമാണത്. അപ്പോൾ ഈ ഒരു രത്നധാരണം മാത്രമല്ല, അതിന് വേറെ പല രീതികളും ആൾക്കാർ ഇതിനെ ഉപയോഗിച്ചിരുന്നു. വളരെയധികം പല രത്നങ്ങളും ആംബറല്ല, പല രത്നങ്ങളും ടാലിസ്മാൻ പോലെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി പുരാതന കാലം മുതൽ ആൾക്കാർ ഉപയോഗിച്ചു. ആംസ് ആൻഡ് ആംബുലേഷൻസിലൊക്കെ അത് ഫിക്സ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ അത് ജനറലുള്ള ഇതാണ്. അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, സംഭവമാണ്. ഇപ്പോൾ
ഇപ്പോൾ സാറ് പറഞ്ഞ് ഈ ഒരു രത്നം ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു രത്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും വളരെ ശ്രദ്ധിക്കണം. സോഫ്റ്റ് സ്റ്റോൺസ് എപ്പോഴും നമ്മൾ ഹാൻഡ്ലിങ്ങിൽ വളരെയധികം ശ്രദ്ധിച്ചില്ല. റഫ്യൂസ് സോഫ്റ്റ് സ്റ്റോൺസിന് പറ്റുന്ന ഒരു പരിപാടിയല്ല. ഒരുപാട് ചൂട്, ഒരുപാട് ഹീറ്റ്, കിച്ചണിൽ നിന്നൊക്കെ ഉള്ള ഡയറക്റ്റായിട്ടുള്ള ഇതൊക്കെ വന്നാൽ അത് സോഫ്റ്റ് അല്ലേ, അതങ്ങ് മെൽറ്റ് ചെയ്ത് പോകുന്ന പോലെ പോകും. അതിൻ്റെ കളർ ചേഞ്ചായി പോവും. ഇതിൽ ഡാമേജസ് വരാനുള്ള സാധ്യതകളുണ്ടല്ലേ. ഓപ്പൽസ് ക്രാക്കായി പോകുന്ന ഓപ്പൽസിനൊക്കെ ആ പ്രത്യേകതകൾ പ്രത്യേകമായിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ആ സ്റ്റോണിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ അംബർ സ്റ്റോൺസ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ്, അറേബ്യൻ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുകയും വീട്ടിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അതെ അരോമ തെറാപ്പിയുടെ ഒരു ഭാഗമായിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സ്റ്റോണാണ്. ഇതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് എങ്ങനെയാണ്? കുറച്ച് വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. കാരണം ഇതെനിക്ക് തോന്നുന്നു നമുക്ക് ധാരാളം ലഭ്യമായിട്ടുള്ള കിട്ടുന്ന ഒരു സ്റ്റോണാണ് അല്ലേ. എഴുത്തിൽ അന്റാർട്ടിക്ക ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇതോ ഈ മരങ്ങളിൽ എല്ലാ മരങ്ങളിനകത്തൊന്നും കായ്ക്കണമെന്നില്ല. പല പ്രത്യേക തടികൾ ഉണ്ട്. ഈ കോണിഫറസ് ട്രീസിൽ ഇത് ഉണ്ടാകുന്നുണ്ട്. എംബർ റെയറാണെങ്കിൽ വില കൂടും. അലസാൻഡ്രൈറ്റ് പോലെ വില കൂടും. ഇത് ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കുന്തിരിക്കമൊക്കെ അതിൻ്റെയൊക്കെ വേറെ രൂപം പോലെ തോന്നും നമുക്ക്. കുന്തിരിക്കമെന്ന് അങ്ങനെ തന്നെയല്ലേ, മരത്തിലുണ്ടായി വരുന്ന സാധനം. അത് ഏകദേശം അത് തന്നെ അതേപോലെ ഇരിക്കും. ഇതിന് വേറെ കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനെ ഒന്ന് ആ ഒരു പോളിഷ് ചെയ്തൊക്കെ എടുക്കുമ്പം ആ ഒരു ഗ്ലേസിങ്ങും ഒരു ഭംഗിയും കൂടെ കുറച്ച് കൂടുതലായിട്ട് അത് തന്നെ. ഇതൊരു ഈ അംബർ സ്റ്റോണ് ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കണം നമ്മൾ? ആർക്കാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? നമുക്കൊരു ഫാൻസി ആയിട്ട് ഉപയോഗിക്കാം, ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കാം, ഭംഗിക്ക് വേണ്ടി നല്ല ലോക്കറ്റുകളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മളങ്ങനെ നോക്കാറുമില്ല. ആൾക്കാർ വന്ന് ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ആണെങ്കിലും വന്ന് അവർ മേടിച്ച് ഇട്ടുണ്ടെങ്കിൽ പോകത്തേ ഉള്ളൂ. അതായത് നമ്മളൊരു ചാർട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യം ആംബർ സ്റ്റോൺസിനൊന്നുമില്ല. വളരെ സോഫ്റ്റ് കാറ്റഗറി, വളരെ സാത്വികനാണ് ഇവരെല്ലാം. മൃദുവായിട്ട് അവരിരിക്കത്തുള്ളൂ. നമുക്കതിലേക്ക് ഉപയോഗത്തിലേക്ക് പോകും. പിന്നെ അത് ധരിക്കുന്നവർക്കും ആ ഒരു ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ട് ഇതിനെല്ലാത്തിനും. അത് ആ ഒരു പ്രത്യേകം ധരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഉള്ളിൽ തോന്നി എന്ത് ധരിക്കുന്നു അതിൻ്റെ ക്യാരക്ടർ നമുക്ക് കുറേശ്ശെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസുകളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. ഇപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ ഓരോ രത്നങ്ങൾ ധരിക്കുമ്പം ആ രത്നത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം അത് ചിലപ്പോൾ നമുക്കും നമ്മളിലേക്കും അത് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ റൂബി ധരിച്ചാൽ സൂര്യൻ്റെ സ്റ്റോണായിരിക്കുന്ന റൂബി ധരിക്കുമ്പോൾ ആ റൂബി ഒരു അഡ്മിൻ ആളാണല്ലോ. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി, ആ ഒരു ഇതും ഇൻഫ്ലുവൻസും ആ ഒരു എടുത്തുചാട്ടവും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഓൾറെഡി ഈ റൂബി ധരിക്കുന്ന ആൾക്കുണ്ടെങ്കിൽ അത് ഒരു 4 ഇരട്ടിയായിട്ട് മാറും. ഒരു തേജസ്സും ഐശ്വര്യമൊക്കെ ആ റൂബിക്ക് ഉണ്ട്. കോറൽസ് ധരിച്ചാളുള്ളതെന്ന് വെച്ചാൽ ചൊവ്വയുടെ സ്റ്റോണാണ്. ചൊവ്വയുടെ ഒരു ക്യാരക്ടർ നമുക്കും കാണും. അതായത് നമ്മൾ വളരെ പമ്മിയിരിക്കുന്ന ആൾക്കാർ, കുട്ടികൾ, ഇപ്പോൾ മൂണൊക്കെ ഭയങ്കര റോങ് സൈഡിൽ പോയി നിൽക്കുന്നവരൊക്കെ വളരെ പമ്മലായിരിക്കും അവർക്ക്. പെട്ടെന്ന് അവർക്ക് ഒരു കാര്യത്തിനകത്തോട്ട് ഒരു ആലോചിച്ചും പിടിച്ചും വേണോ, അയക്കെന്നാ തോന്നുന്നു, ഇയാൾക്കെന്നാ തോന്നുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലൊരു കോറൽ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ചേഞ്ചസ് വരും. ആ ഒരു തണുപ്പൻ പ്രകൃതി. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറല്ലേ ആ ചൊവ്വയുടെ ക്യാരക്ടർ ആ കല്ലിനകത്തുണ്ട്. ചൊവ്വയുടെ ക്യാരക്ടറുണ്ട് ഇതിനകത്ത്. പച്ചക്കല്ലുകൾ ഉപയോഗിക്കും. എമറാൾഡ്, ബുധൻ ബുദ്ധിയുടെ ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ ആൾ മിടുക്കനായിരിക്കും. ആൾക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ളതാണെങ്കിലും ഇതങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ സാധനം ചെല്ലുമ്പോൾ ആൾ ഓട്ടോമാറ്റിക്കലി അത് ട്രിഗർ ചെയ്യുക ചെയ്യുന്നത്. ശരിക്കും രത്നങ്ങൾ അവരുടെ എക്സിസ്റ്റിംഗ് പ്ലാനറ്ററി പൊസിഷനിലുള്ള
ആ പ്ലാനറ്റ്സിൻ്റെ പൊസിഷനെ ഒന്ന് ട്രിഗർ ചെയ്യും. ഒരു സ്പാർക്ക് ഉണ്ടാക്കി അതിനെ ഒന്ന്. അതുകൊണ്ടാണ് നമ്മൾ രത്നങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അനുയോജിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനറ്റ് ആണോ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പോൾ സാറ് പറഞ്ഞു ഈ അംബർ പോലെയുള്ള ആ ഒരു രത്നം ആർക്കും നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കൊരു രത്നം ഞാൻ വാങ്ങി ഇടാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം ഞാൻ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട എന്തൊരു കാര്യം, ഞാൻ എങ്ങനെയായിരിക്കും അത് ചൂസ് ചെയ്യേണ്ടത്? ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാര്യത്തിനോ കാര്യസാധ്യത്തിനായിട്ടോ രത്നങ്ങൾ ഇല്ല. നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്താഗതിയാണ് അത്. ഒരു പരീക്ഷ പാസ്സാകാനായിട്ടോ ഒരു ജോലി കിട്ടാനായിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ഒന്ന് വിദേശത്തോട്ട് പോകാനായിട്ടോ ഒന്നുമായിട്ട് രത്നങ്ങളില്ല. രത്നങ്ങളെന്ന് പറയുന്നത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലുള്ള സ്വാധീനങ്ങളാണ് നൽകുന്നത്. ജനറൽ അവരുടെ ക്യാരക്ടർ ഉണ്ടെങ്കിലും അതിനകത്ത് അവരുടെ 12 ഹൗസസിൽ നമ്മുടെ ടൈം ഓഫ് ബർത്ത് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ പൊസിഷൻ എന്താണ് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ സൂര്യൻ ചിങ്ങലഗ്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ചിങ്ങലഗ്നത്തിൽ നിൽക്കുന്നു, ലഗ്നത്തിലെ സൂര്യൻ ഉച്ചത്തിൽ മേടത്തിൽ നിൽക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ആ ഗ്രഹം ആളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യസാധ്യത്തിന് ഇപ്പോൾ റൂബിയോ അല്ലെങ്കിൽ ഒരു എമറാൾഡ് ആകട്ടെ ഒരു കോറലാകട്ടെ ഇട്ടാൽ പല കാര്യങ്ങൾ ഇത് ഒരു സൊല്യൂഷൻ പോലെ നിൽക്കും. നമുക്ക് നല്ല ഒരു എപ്പോഴും ഞാൻ സംസാരിക്കാനുള്ള ഒരു മൾട്ടി വൈറ്റമിൻ പോലെ അത് പ്രവർത്തിക്കും. ഇന്ന കാര്യത്തിനായിട്ടെന്നുള്ളതല്ല, ഇന്ന കാര്യത്തിനല്ല ഒരു സ്റ്റോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഗ്രഹനിലയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്താത്ത പ്ലാനറ്റ്സുകൾ ഏതൊക്കെയാണ്, അത് ഇന്ന ചാർട്ടുകൾ D1 D9 ഇങ്ങനെ ഉള്ള ചാർട്ടുകളിലെല്ലാം ഇതെങ്ങനെ നിൽക്കുന്നു, ഏത് കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു, നമ്മുടെ പ്രായം, നമ്മുടെ ആവശ്യകതകൾ എല്ലാം ഇതിനകത്ത് വരും. എന്നാലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇടുന്നത്. അപ്പോൾ ഒരു പ്രായമായ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തിനായിരിക്കാം പ്രാധാന്യം കൊടുക്കുന്നത്. ഒരാളുടെ കരിയർ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിക്ക് കരിയർ എന്ന് പറയുമ്പം അവൻ്റെ പഠനം കൂടെ വരുന്നുണ്ട് അതിനകത്ത് അതിൻ്റെ ബുദ്ധി വരുന്നുണ്ട്. അപ്പോൾ ഒരു മരതകത്തിൻ്റെ കല്ലിടുമ്പോൾ അവന് ബുദ്ധിയായി, മരതകത്തിൻ്റെ എല്ലാ സവിശേഷതകളും കിട്ടും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരും, മനസ്സിലല്ലേ? അപ്പോൾ എല്ലാം വരുവാനും മെമ്മറി പവർ വരുന്നു. അപ്പോൾ എത്ര കാര്യങ്ങൾ ബുധനെ കൊണ്ട് തന്നെ വന്നു. അപ്പോൾ നമ്മൾ ഒരു രത്നം ധരിക്കാൻ ആഗ്രഹിച്ചാൽ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത്, സർട്ടിഫിക്കറ്റിലെ അല്ല, നമ്മൾ ജനിച്ച ഡേറ്റ്, ടൈം ഓഫ് ബർത്ത്, ഈ കാര്യം അത് മാക്സിമം നമുക്ക് ഇപ്പോൾ വരുന്ന ജനറേഷനിലുള്ള ആൾക്കാർക്കെല്ലാം കൃത്യമായിട്ട് അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർ ടൈം ഓഫ് ബർത്ത് കുറിച്ച് വെക്കും. അവർ പണ്ടത്തെ ഒരു സമയത്ത് ചിലരൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ടൈം ഓഫ് ബർത്ത് ഉള്ള വെക്കുമ്പോൾ ടൈം ഓഫ് ബർത്ത് ഒക്കെ വെച്ച് നമ്മളൊരു ഹൊറോസ്കോപ്പ്, ഒരു ചാർട്ട്, ബർത്ത് ചാർട്ട് ജനറേറ്റ് ചെയ്തതിന് ശേഷം അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ കല്ല് ധരിക്കുന്നത്. കല്ല് സജസ്റ്റ് ചെയ്യുന്നത്, ധരിക്കാറായില്ല, നമ്മൾ സജഷനിൽ നിൽക്കുക, സജസ്റ്റ് ചെയ്യുന്നത്. ആ സജസ്റ്റ് ചെയ്യുന്ന രത്നങ്ങൾ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു വ്യക്തിയുടെ ജീവിതകാലം മൊത്തം നമുക്ക് ഈ രത്നം ഉപയോഗിക്കാം. അപ്പോൾ മുമ്പേ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒന്നുകൂടെ ഊന്നി പറയുക, ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലേക്കല്ല രത്നധാരണം. അതായത് നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞ പോലെ ദശാകാലങ്ങൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ രത്നങ്ങൾ മാറേണ്ട ആവശ്യമില്ല. ഹെൽത്തിനെ ആസ്പദമാക്കിയിട്ട് മാത്രം ഒരു രത്നം വേണമെന്ന് വെച്ച് നമ്മൾ ഹെൽത്ത് എന്താണ് ലഗ്നാധിപൻ എന്ന് പറഞ്ഞാൽ ഈ ലഗ്നാധിപന് വേറെ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഗ്രഹത്തിന് ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. ആ ലഗ്നാധിപൻ പോയി കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്, 10th ഹൗസിലാണ് പോയി നിൽക്കുന്നതെന്ന് വെക്ക്. നമുക്ക് ആരോഗ്യം മാത്രം മതി, എനിക്ക് അതിൻ്റെ മാത്രം മതി കേട്ടോ സാറേ സ്റ്റോൺ. ശരി, എന്നാൽ പിടിച്ചോ ലഗ്നാധിപൻ്റെ സ്റ്റോൺ, യെല്ലോ സഫയർ, ധനു ലഗ്നം, 10ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോൺ ആ ഹെൽത്ത് മാത്രമാണ് നോക്കുന്നില്ല, 10ൽ നിൽക്കുന്ന 10ാം ഭാവ 10ൽ നിൽക്കുന്ന അപ്പോൾ 10th ഹൗസിൻ്റെ കരിയർ നോക്കും. ആ 10th ഹൗസിൽ നിന്ന് പുള്ളി 7th ഹൗസിലോട്ട് നോക്കുന്നുണ്ട്, അതായത് ലഗ്നത്തിൻ്റെ 4th ഹൗസിലോട്ട് നോക്കുന്നുണ്ട്. ആ ഭാഗം ക്ലിയർ ചെയ്യും വ്യാഴമായതുകൊണ്ട്. 5th ഹൗസിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ ലഗ്നത്തിൻ്റെ 2nd ഹൗസായി 5th ഹൗസിലോട്ട് വന്നു. അപ്പോൾ 5,
7, 9 ഇത്രയും കാര്യങ്ങളിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ആ റിഫ്ലക്ഷൻ കിട്ടും. ഈ രത്നത്തിൻ്റെ ഒരു അല്ല, അതിനകത്ത് വന്നു. എനിക്കിത് മാത്രം മതി എന്ന് പറയാൻ അങ്ങനെ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല സാർ, എനിക്ക് ഇപ്പോൾ ഹെൽത്താണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് നമുക്ക് അത് ശരി ഇത് മതി എന്ന് പറഞ്ഞാൽ കൊടുക്കും. നമ്മൾ അവരെ തിരുത്താനൊന്നും പോകത്തില്ല. അത് ബാക്കി മൾട്ടിപ്പിൾ ജോലികൾ ചെയ്യും. അങ്ങനെ തന്നെയാണ് ഒരു പ്ലാനറ്റ് മൾട്ടിപ്പിളായിട്ടുള്ള ഹൗസസ് ആണ്. എവിടെയൊക്കെ ബന്ധമുണ്ടോ, എവിടെയൊക്കെ ദൃഷ്ടിയുണ്ടോ, ആരൊക്കെ ആയിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നോ, ഇതിൻ്റെ എല്ലാം നമ്മുടെ ഇൻഫ്ലുവൻസ് നമ്മളിലുണ്ടാവും. ഇതാണ് നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ നമ്മൾ കല്ല് ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ യെല്ലോ സഫയർ ആണ് ഉല്ലാസിന് മാച്ചിങ്. യെല്ലോ സഫയർ എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ സ്റ്റോണായി. വ്യാഴം ഒരു ഡിവൈനായിട്ടുള്ള ഒരു പ്ലാനറ്റാണ്, ഐശ്വര്യത്തിൻ്റെ ഒരു പ്ലാനറ്റാണ്. വളരെ അതായത് ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ 10 പേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവൻ, പഠിക്കാൻ കഴിവ്, വായിക്കാൻ കഴിവ്, മറ്റുള്ള പുരാതന ഗ്രന്ഥങ്ങൾ വായിക്കാൻ താല്പര്യമുള്ള ആൾ എന്നൊക്കെ ഉള്ള ലെവലിൽ വേണമെങ്കിൽ ഈ വ്യാഴത്തെ നമുക്ക് കണക്ട് ചെയ്യാം. വ്യാഴമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രഹനില. ദേവപ്രശ്നങ്ങളിലൊക്കെ നമുക്ക് വ്യാഴം പറഞ്ഞാൽ ആ പ്രശ്നം തന്നെ ഈ ആചാര്യന്മാരത് മാറ്റിവെക്കും. ദൈവാധീനമില്ല, ഇപ്പോൾ നോക്കാം പിന്നെ ഒരവസരത്തിൽ എന്ന് പറയും. ദേവപ്രശ്നങ്ങൾ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വ്യാഴത്തിന് ഇമ്പോർട്ടൻസ് വളരെ ഉണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ രത്നമായിട്ടുള്ള ഇത് ഞാൻ സജസ്റ്റ് ചെയ്തു. ഇനിയാണ് അത് വാങ്ങുന്ന സ്റ്റേജിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരത്തിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മളിവിടെ കൃത്യമായിട്ടുള്ളൊരു രത്നനിർണയത്തിലേക്ക് വന്നു. അടുത്ത ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന നമുക്ക് വിശ്വാസമുള്ള പല ഏരിയകളുണ്ട്, പല ഷോപ്പുകളുണ്ടാവും, പല ആൾക്കാരുണ്ടാവും. എപ്പോഴും നമ്മൾ ഒരു രത്നം വാങ്ങുമ്പം അത് 100% നാച്ചുറലായിട്ടുള്ള രത്നമാണ് ഈ ഷോപ്പിൽ വിൽക്കുന്നത് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. ഓക്കെ. ഒന്ന്. പിന്നെ കല്ലിന് ഓരോ പ്രത്യേകത ഉണ്ട്. യെല്ലോ സഫയറിന് എപ്പോഴും പെയിൽ യെലോയിഷ് കളറിലുള്ള ആണ് യെല്ലോ സഫയർ. ഇപ്പം നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് കളർ എൻഹാൻസ് ചെയ്ത് വരുന്ന സ്റ്റോണുകളും ധാരാളമുണ്ട്. വളരെ ഡാർക്ക് കളറിലുള്ള യെല്ലോ സഫയർ ഉണ്ട്. അതല്ല ധരിക്കേണ്ടത്. നമുക്ക് നാച്ചുറലായിട്ടുള്ള പെയിൽ യെലോയിഷ് ആയിട്ടുള്ള ശ്രീലങ്കൻ രത്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ റയർ സ്റ്റോണായിട്ട് മാറി തുടങ്ങി. അതാണ് നമുക്ക്, കാരണം മാർക്കറ്റ് മറ്റേത് കൈയടക്കി ക്യാപ്ചർ ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്ന് ഹീറ്റ് ചെയ്ത് വരുന്ന കളറ് കുറഞ്ഞ രത്നദളത്തിൽ നിന്ന്, യെല്ലോ സഫയറിൻ്റെ കളറ് കുറഞ്ഞ രത്നദളത്തിൽ കളർ ഇഞ്ചക്ട് ചെയ്ത് പ്രത്യേക പ്രോസസ്സിൽ അത് കളർ കയറ്റി എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പം അത് ധരിച്ചിട്ട് കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും കൃത്യമായിട്ട് നമ്മൾ രത്നമെല്ലാം നിർണയിച്ചു. ഇതാണ് നമുക്ക് ലൈഫ് ടൈം ഉല്ലാസം നമുക്കിത് യൂസ് ചെയ്യേണ്ട സ്റ്റോൺ ഇതാണ് എന്നെല്ലാം പറഞ്ഞു. ഉല്ലാസ് പോയിട്ട് കളർ കയറ്റി ഒരു രത്നം വാങ്ങിച്ചിട്ടു. വല്ല യൂസ് ഉണ്ടോ? ഒരു ഉപയോഗമില്ല. ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞു, പക്ഷെ എനിക്കത് ഇട്ടിട്ട് വലിയൊരു ഇത് കാണുന്നില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വളരെ പർട്ടിക്കുലറായിട്ട് ഈ രത്നം മാത്രമേ നമ്മൾ വാങ്ങാവുള്ളൂ. ഞാനിപ്പോൾ പലർക്കും സ്റ്റോൺ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, വളരെ ദൂരേക്കുള്ളൂ. പക്ഷേ ഞാൻ പറയും, വാങ്ങുമ്പോൾ നിങ്ങൾ എൻ്റെ നിന്ന് വാങ്ങണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുള്ള ഈ ഒരു സ്പെസിഫിക്കേഷനുള്ള രത്നം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ എൻ്റെ ഒരു അറിവനുസരിച്ചുള്ള സ്പെസിഫിക്കേഷനുള്ള പോസ്റ്റേഴ്സൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ സഫയറിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയാറ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു. ഇനി ഇത് വാങ്ങുന്നതിൻ്റെ ക്യാരറ്റ് എഴുതിയിട്ടുണ്ട് ഞാൻ. 2 മുതൽ 3 വരെ, അല്ല 3 മുതൽ 4 വരെ, അല്ലെങ്കിൽ 5 ക്യാരറ്റ്സ് വേണം. ഇതിനകത്ത് ഉല്ലാസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏക ഗ്രഹം വ്യാഴമാണ്. അതിന് മാക്സിമം ക്യാരറ്റേജ് നിങ്ങൾ ഇട്ടോ എന്ന് ഞാൻ പറഞ്ഞു തരുക. അല്ലെങ്കിൽ യെല്ലോ സഫയർ നിങ്ങൾക്ക് വളരെ എക്സ്പെൻസീവായിട്ട് തോന്നുന്നുണ്ട്, ഒരു 2 ക്യാരറ്റ് യെല്ലോ സഫയർ ഇട്, ബാക്കി ഒരു 5 ക്യാരറ്റ് സെറ്റിന് യൂസ് ചെയ്യുക
അതിൻ്റെ ഉപരക്തം യൂസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മാക്സിമം വ്യാഴത്തിൻ്റെ എനർജി നമ്മുടെ ബോഡിയിൽ, കാരണം അത് നമ്മളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹമാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ല കട്ടിങ് ഉള്ള നല്ല നാച്ചുറൽ ഇൻക്ലൂഷൻസ് ഉള്ള ഇളം മഞ്ഞ പെയിൽ എലോയിഷ് ആയിട്ടുള്ള കളറുള്ള രക്തം നമ്മൾ തിരഞ്ഞെടുത്തു. അതിന് വില കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇതിന് GST ബില്ല്, കേരളത്തിലാണെങ്കിൽ GST ബില്ല് വേണം. മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ വാറ്റ് അടച്ചിട്ടുള്ള ബില്ല് വേണം. ലൈസൻസോടുകൂടി നിന്ന് നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പം അതിൻ്റെ ഒരു അതോറിറ്റി ഉണ്ടല്ലേ, ഗവൺമെൻറ് അതോറിറ്റീസ് നമുക്ക് ലൈസൻസ് തന്നിരിക്കുക. ഈ ഷോപ്പ് നാട്ടിലാണ് രജിസ്ട്രാർ ഓഫ് ഫേംസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണല്ലോ ഇത് ഷോപ്പ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം നമുക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. നമ്മളിത് കട പൊളിച്ചുകൊണ്ട് പോകുന്നില്ല, നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻസ് ഇൻ ഫ്യൂച്ചർ. അതാണ് നമ്മുടെ രീതി. അതാ വിത്ത് GST ബില്ലോട് കൂടി നമ്മൾ ഇത് വാങ്ങി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഭാഗം, നമ്മുടെ ഭാഗം ക്ലിയറായി. ഇനി ഈ കല്ല്, നമ്മൾ വാങ്ങുന്ന കല്ലുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതികളൊക്കെ കൃത്യമായിട്ട് കല്ല് പണിത് ശീലമുള്ള ആൾക്കാരെ കൊണ്ടായിരിക്കും നമ്മൾ പണിയിക്കുന്നത്. അപ്പോൾ ആ ഭാഗം ക്ലിയറാണ്. പക്ഷേ പല കല്ലുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട്. ഇത് ചിലരൊക്കെ അതിനടിയിൽ ഗ്ലൂ ഇട്ട് അത് പറഞ്ഞു പോകാതിരിക്കാനായിട്ട് പൊട്ടിക്കും. അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. നവരത്നത്തിനകത്തൊക്കെ പേഴ്സും കോറൽസും ഒന്നും അടന്നു പോകാതിരിക്കാൻ നമ്മൾ അടിവെല്ലിൽ ഗ്ലൂ ഇട്ട് കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ ഗുണമേ പോയി. ഗ്ലൂ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു പദാർത്ഥമല്ലേ, അതൊരു കല്ലെ തയ്ച്ച് വെക്കാൻ കൊള്ളുമോ? ഇല്ല. പിന്നെ ഇതുപോലത്തെ സോഫ്റ്റ് സ്റ്റോൺസ് നമ്മൾ ഗോൾഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാ കളറെല്ലാം എടുത്ത് മെറ്റൽ കളറല്ല, റിങ് ആണെങ്കിൽ റിങ്ങിൻ്റെ എല്ലാ സംഭവം ചെയ്ത് കളറിങ്ങൊക്കെ ചെയ്ത് ജസ്റ്റ് കല്ല് പിടിപ്പിച്ച് സെറ്റ് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ കല്ല് ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ അത് കളറിങ്ങിന് പോകുമ്പോൾ വീണ്ടും ഒരു സൊല്യൂഷനിൽ കൂടെ കയറി ഇറങ്ങും. അത് ആ രത്നത്തിന് ചിലപ്പോൾ അതൊരു ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ രത്നനിർണയം, അതിൻ്റെ ഒരു പ്രാധാന്യം, അതിനുശേഷം നാച്ചുറലായിട്ടുള്ള ട്രീറ്റഡോ അല്ലാത്ത രത്നങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റോടു കൂടി ആ ഏത് ഷോപ്പാണ് അവിടെ നിന്നുള്ള പ്രോപ്പറായിട്ടുള്ള ബില്ലടക്കം നമ്മൾ വാങ്ങുക. അതിനുശേഷം ഇത് നമ്മളൊരു മോതിരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പെൻഡൻറ്റിലേക്കോ നമ്മളത് ചെയ്തെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ നെറ്റിലും ഓൺലൈനിലും ഇപ്പോൾ ഒരുപാട് നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങുകൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിലെല്ലാം കല്ലിനൊക്കെ വിലകൾ ചിലതൊന്നും ഒന്നിനും വില പോലും ഇല്ല. നമുക്ക് തന്നെ അന്തം വിട്ടുപോകും. ഇത് അങ്ങനെയല്ല അത് കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് നല്ല ഇൻഫർമേഷൻസ് ഉണ്ടാകാം, മോശം ഉണ്ടാകാം. കൃത്യമായിട്ട് വെബ്സൈറ്റിലൊക്കെ കൊടുത്ത് ഒറിജിനൽ കല്ലുകൾ, അതിൻ്റെ വിലകൾ, കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നവരുണ്ട്. അല്ലാത്ത ഉള്ള ഒരുപാട് ഈ പറഞ്ഞ പോലെ വില കുറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ്സ് രത്നങ്ങൾ, രുദ്രാക്ഷങ്ങളൊക്കെ. രുദ്രാക്ഷമൊക്കെ ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. ഈ 1 ഫേസ് ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ, വളരെ നിസ്സാര വിലയ്ക്ക്. ഒരു ഫേസ് രുദ്രാക്ഷ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഒറിജിനൽ കിട്ടാൻ പാടാണത്, കിട്ടത്തില്ല. അത് നേപ്പാളിലൊക്കെ ഉണ്ടായാൽ അത് അവിടെ ഗവൺമെൻറ്റിൽ തന്നെ കൊടുത്ത് അതിന് കാശ് വാങ്ങിച്ചോളാനാണ് അവർ പറയുന്നത്. അവിടെ ഉള്ളവർ തന്നെ നമുക്ക് കിട്ടത്തില്ല. അത് പിന്നെ വരുന്നത് ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് വിൽക്കുന്നത്. 5 ഫേസ് പോലത്തെ രുദ്രാക്ഷങ്ങൾ, രത്നശാസ്ത്രമാണ്, ഞാൻ രുദ്രാക്ഷം പറഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. 5 ഫേസ് പോലുള്ള രുദ്രാക്ഷത്തിനകത്ത് അധികം ഡ്യൂപ്ലിക്കേഷൻസ് ഇല്ല, അത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് കയറുന്ന തോറും നമുക്ക് അവൈലബിലിറ്റി കുറവാണ്. അപ്പം അതിനുള്ള ഡ്യൂപ്ലിക്കേഷൻ വരുക. ഇത് കണ്ട് മനസ്സിലാക്കി വേണം. അല്ല നെറ്റിൽ ലെലോസ് ഓഫ് എയറിന് 1000 രൂപയുള്ളല്ലോ വില. ആ ഒരു കമ്പാരിസൺ തന്നെ നമുക്കൊരിക്കലും, കാരണം രത്നത്തിന് ഒരാൾക്കും ഒരു രത്നത്തിനും വില ഇന്നതാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമുക്ക് കൊണ്ടുവരുന്ന സപ്ലൈസ് ആണെങ്കിലും ഇന്ന് തരുന്ന വിലയല്ല അവർ നാളെ തരുന്നത്. ഇപ്പോൾ ചില സാറേ എലോസഫെയർ എലോസഫെയർ ഈക്വൽസ് ടു ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു സപ്ലയർ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കല്ല് ശരിയാണത്, നല്ല സപ്ലയറാണ് അയാൾ. കാരണം കിട്ടുന്നില്ല. ഈ ശ്രീലങ്കൻ സഫയറുകൾ
പെയിൽ എലോയിഷ് ആയിട്ടുള്ള കല്ലുകൾക്ക് നല്ല വില വരും. വില പറയാൻ തന്നെ നമുക്ക് ഒരു മടിയാണ്. അത്രയ്ക്കും എക്സ്പെൻസീവ് ആണോ എന്നുള്ള ചോദ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു രത്നനിർണയത്തെക്കുറിച്ചും രത്നം എങ്ങനെ വാങ്ങണം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട ആ ഒരു വിവരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. എനിക്ക് തോന്നുന്നു കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നന്ദി, നമസ്കാരം.